തിരുമൂലദേവന്റെ തിരുമന്ത്രം 6-ാം തന്ത്രത്തിലെ ദ്രഷ്ടാവ്, ജ്ഞാനം, ദൃശ്യം എന്ന കാണ്ഡത്തെക്കുറിച്ചിട്ടാണ് നാം കഴിഞ്ഞ ദിവസം കണ്ടത്. അതിലെ പ്രധാനപ്പെട്ട അടുത്ത ഒരു പാഠലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ, താൻ അവനെന്നും മാറി ഭിന്നിച്ചു നിന്ന തത്വം, താൻ അവനെന്ന് രണ്ടിനെയുമേ തന്നിൽ കണ്ട് താനെന്ന പൂവായിടും ആത്മാവിനെ ചൂടിയാൽ താൻ അവനെന്നുമുള്ള ഭേദമറ്റേടും താനേ. മുമ്പിനാൽ അറിവ് എന്ത് എന്ന് അറിയാത്ത മൂഢർക്കൊപ്പം പിമ്പ് അറിവ് കേട് രണ്ടും ഭേദിച്ചാൽ ശിവൻ താനേ ആത്മാവ് എന്നറിയിച്ച് ശിവമതും പിന്നെ എന്നറിയിച്ച് നന്ദികേശ്വരൻ എൻ്റെ നാഥൻ, നന്ദികേശ്വരനായ എൻ്റെ നാഥൻ ശിവഭഗവാൻ എന്നോട് അരുളി ചെയ്തത് ഞാൻ നിങ്ങളോട് പറയാം. എന്താണ് ഭഗവാൻ ശിവൻ നന്ദിദേവൻ തിരുമൂലദേവനോട് പറഞ്ഞത്? ഇത് ശിവമൊഴിയാണ്. നോക്കൂ, താൻ അവനെന്നും മാറി ഭിന്നിച്ചു നിന്ന തത്വം, താൻ അവനെന്ന് രണ്ടിനെയുമേ തന്നിൽ കണ്ട്. തന്നിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. താൻ അവൻ, ഞാൻ അവൻ എന്നിങ്ങനെയുള്ള രണ്ട് ഭാവങ്ങളുണ്ട്. ഭിന്നിച്ചു നിൽക്കുന്നവയാണത്. നമുക്കൊക്കെ നിത്യജീവിതത്തിൽ അങ്ങനെയാണ്. ഞാൻ എന്ന ഒരു വ്യക്തി, പിന്നെ അവൻ. രണ്ട് വ്യക്തിത്വങ്ങളാണ്, ഞാൻ എന്ന വ്യക്തിയും അവൻ എന്ന വ്യക്തിയും. ഇത് രണ്ടും ഭിന്നിച്ചു നിൽക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ദുരന്തത്തിന്റെ കാരണം. ഇത് രണ്ടും ഒന്നായാൽ ഞാൻ അവനാണ് എന്നുള്ള ആ തത്വമസി, അത് നീ തന്നെയാകുന്നു, അഹം ബ്രഹ്മാസ്മി, അയം ആത്മാ ബ്രഹ്മ എന്നൊക്കെയുള്ള ഈ മഹാവാക്യ തത്വമാണ് ഇവിടെ പറയുന്നത്. താൻ അവൻ, ഇങ്ങനെ രണ്ട്, ഞാൻ അവൻ എന്നിങ്ങനെ രണ്ട് ഭേദങ്ങളുള്ളതാണ്. ഈ ഭേദബുദ്ധിയാണ് നമുക്ക് എപ്പോഴും ദുഃഖത്തെ തരുന്നത്, എപ്പോഴും മായയെ സൃഷ്ടിക്കുന്നത്. അത് മാറിയാൽ താനും അവനും ഞാൻ തന്നെ, എന്നിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഭഗവാൻ എന്നോട് അരുളി. അപ്പോൾ ഞാൻ അവൻ എന്നുള്ള വ്യത്യാസമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അവൻ എന്നിൽ തന്നെയാണ്, എൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ശിവൻ എൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അയം ആത്മാ ബ്രഹ്മ, ആ ഞാൻ ബ്രഹ്മം തന്നെയാണ്, അവൻ ബ്രഹ്മം തന്നെയാണ്, ഞാൻ തന്നെയാണ് എന്ന് പറയുന്നു. അങ്ങനെ താനെന്ന പൂവായിടും ആത്മാവിനെ ചൂടി നിൽക്കുക, താനാകുന്ന പൂവിനെ ചൂടി നിൽക്കുക, ആ പൂവിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. ആത്മപൂവായ ആത്മപുഷ്പമായ താനിനെ ഉള്ളിൽ സൃഷ്ടിക്കുക, താനായി നിൽക്കുക. ഇതാണ് രമണ മഹർഷി എപ്പോഴും പറയുന്നത്, താനായി നിൽക്കുക. അങ്ങനെ താനും അവനും എന്നുള്ള വ്യത്യാസമില്ലാതെ, ഞാനും അവനുമില്ലാതെ എന്നുള്ള വ്യത്യാസമില്ലാതെ ഞാൻ അവൻ തന്നെയായി തന്നെ തീരുക. ശിവോഹം, അഹം, ഞാൻ ആരാണ്? ശിവനാണ്. ശിവോഹം, താനായി നിൽക്കുന്ന അവസ്ഥ. എന്നിട്ടോ, മുമ്പിനാൽ അറിവെന്തെന്ന് അറിയാത്ത മൂഢർ, മുമ്പിനാൽ, ഇതിനു മുമ്പ് എനിക്ക് അറിവ് എന്താണെന്ന് അറിയില്ലായിരുന്നു, മൂഢരുടെ കൂട്ടത്തിലായിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് അറിവ് എന്താണെന്ന് മനസ്സിലായി. എന്താണ് അറിവ്? അറിവ് ഞാൻ തന്നെയാണ്, ശിവൻ തന്നെയാണ്, ബോധം തന്നെയാണ് എന്ന് ഇന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ അറിവും അറിവുകേടും രണ്ടും ഭേദിച്ച് ശിവൻ മാത്രമായി നിൽക്കുന്നു. ഞാൻ ശിവനായി നിൽക്കുന്നു. എനിക്ക് അറിവുമില്ല, അറിവുകേടുമില്ല. അതിനുമപ്പുറം കിടന്ന്, രണ്ടിനെയും ഭേദിച്ച് ഞാൻ ശിവനായി, ശിവോഹമായി നിൽക്കുന്നു.
താനേ തന്നെ ആത്മാവിനെ അറിയിച്ച ശിവമതും. താൻ താനായി ശിവനായി നിൽക്കുന്നു എന്ന് ആത്മാവാണെന്നറിയിച്ച്, ഞാൻ ആത്മാവാണ്, ഞാൻ ശിവനാണെന്നറിയിച്ച് നന്ദികേശ്വരന്റെ നാഥൻ എന്നോട് അരുളി. നന്ദികേശ്വരനായ ശിവഭഗവാൻ ഈ സത്യം എന്നോട് ഓതി. അപ്പോൾ ഇവിടെ പറയുന്നത് താൻ അവൻ എന്നീ രണ്ട് വ്യത്യാസങ്ങളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ഞാൻ തന്നെയാണ് ശിവം, ഞാൻ തന്നെയാണ് ആത്മാവ് എന്ന സത്യം നന്ദികേശ്വരനായ നാഥൻ എനിക്ക് ഓതിത്തന്നു. എൻ്റെ ഗുരു, നന്ദികേശ്വര ഗുരു എനിക്ക് ഓതിത്തന്നു. അപ്പോൾ ഇവിടെ ഗുരു ഓതിക്കൊടുത്ത ആ മഹാവാക്യ തത്വം സാക്ഷാത്കരിക്കപ്പെടുന്നു. ഇതാണ് ശക്തിപാദം എന്ന് പറയുന്നത്. ഗുരു ഓതിക്കൊടുത്ത ആ മഹാവാക്യ തത്വം ഇദ്ദേഹത്തിന്റെ തിരുമൂലദേവനെ ആകെ ശിവമാക്കി മാറ്റി. അപ്പോൾ അറിവുകേടുള്ള ആദിമകാലത്തെ മൂലനല്ല, പിന്നീട് ശിവമൊഴിയാൽ പൂരിതമായ, ശിവമൊഴിയാൽ ശക്തിപാദം ലഭിച്ച, ശിവസാമീപ്യത്താൽ ശിവനായി മാറിയ തിരുമൂലദേവന്റെ വാക്കുകളാണിത്. അപ്പോൾ ഇത് ശരിക്കും ശിവമൊഴി തന്നെയാണ്. അതായത് താൻ അവനെന്ന രണ്ട് വ്യത്യാസമില്ല, രണ്ട് ഭേദങ്ങളില്ല. ഞാൻ അവൻ തന്നെ, ഞാൻ ശിവൻ തന്നെ. അഹം, ഞാൻ ശിവോഹം. ശിവോഹം എന്ന അവസ്ഥ ഭഗവാൻ എനിക്ക് ഓതിത്തന്നു. അതോടെ ഞാൻ ശിവനായി മാറി. അങ്ങനെ ഗുരു സാമീപ്യത്താൽ ഇങ്ങനെ പലപ്പോഴും ഗുരുവിൻ്റെ കൈ അടുത്തുനിന്ന് ശക്തിപാദം ലഭിക്കാറുണ്ട് ശിഷ്യന്. ഗുരു പറഞ്ഞ വാക്കുകൾ, ഗുരു പറഞ്ഞ സ്പർശനം, ഗുരുവിൻ്റെ നോട്ടം, ഇതൊക്കെ ശക്തിപാദമായ ശിഷ്യനിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഭാരതീയ തത്വചിന്തയിൽ 16 തരത്തിലുള്ള ആത്മവിദ്യകൾ ഗുരുവിൽ നിന്ന് അഭ്യസിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. 16 തരത്തിലുള്ള ആത്മവിദ്യകൾ ഗുരുവിൽ നിന്ന് ഇതേപോലെ ദീക്ഷയായി ശക്തിപാതമായി ശിഷ്യന് ലഭിക്കുന്നു. നമുക്ക് ആ 16 വിദ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, ഓരോ വിദ്യയെക്കുറിച്ചിട്ടും ഗുരു ശിഷ്യന് നൽകുന്ന 16 വിദ്യകൾ. ഏത് ഗുരു ആയാലും ഈ 16 വിദ്യകളിൽ ഒരു വിദ്യയായിരിക്കും ശിഷ്യന് നൽകുക. അതിലൊന്നാമത്തേത് സത്യവിദ്യ. എന്താണ് സത്യവിദ്യ എന്ന് നോക്കാം. ബ്രഹ്മത്തിന്റെ അംശനും വലത്തെ കണ്ണിലും സൂര്യങ്കലും ഉപാസിക്കത്തക്കവനും സ്വയം ജ്യോതിയും കൂടസ്ഥനുമായ ഞാൻ അഖണ്ഡരൂപിയാകുന്നേൻ എന്ന് രാവും പകലും ധ്യാനിക്കണം. ഇങ്ങനെ അഖണ്ഡമായി ഉപാസിച്ചാൽ ആ വിദ്യ നിരാധാരമായിട്ട് സദ്യോമുക്തിയെ നൽകും. കണ്ണിലും സൂര്യങ്കിലും ഇരിക്കുന്ന പ്രകൃത വസ്തു സഗുണമല്ല. അതിനെ അറിഞ്ഞവന് സത്യലോകത്തിൽ നിന്ന് തിരിച്ചു വരവില്ല. ഇതാണ് ഗുരു ശിഷ്യന് നൽകുന്ന സത്യവിദ്യ. കണ്ണിലും സൂര്യങ്കിലും ഇരിക്കുന്ന പ്രകൃതി വസ്തു സഗുണമല്ല, അതിനെ അറിയിച്ചു തരികയാണ് ഗുരു സത്യവിദ്യയിലൂടെ ചെയ്യുന്നത്. പിന്നെ അടുത്ത ദഹരവിദ്യ. ഇത് വളരെ ഫേമസ് ആണ്. ദഹരവിദ്യ സർവപ്രാണികളുടെയും ഹൃദയകമല മധ്യത്തിൽ ബ്രഹ്മത്തിന്റെ അംശം ഇരിക്കുന്നതായിട്ട് ചൊല്ലപ്പെട്ടിരിക്കുന്നു. അത് ഏകാന്തത്തിൽ മനസ്സാൽ അറിയത്തക്കതാണ്. പിന്നെ ആ ചിദംബരത്തെ ബാഹ്യത്തിൽ സത്താസാമാന്യമായി എങ്ങും പൂരണമായി അറിഞ്ഞ് അതിനെ തന്നെ സച്ചിദാനന്ദഘനമായി ധ്യാനിക്കണം. ഈ ഉപാസനയെ നിരാധാര പൂർണ്ണ സ്വരൂപഗ്രഹണമില്ലാതെ ആധാരത്തിൽ പരിച്ഛിന്നം ജ്യോതിദർശനത്തിൽ തന്നെ സമാപ്തി ചെയ്താൽ ആയത് ഖണ്ഡാത്മദർശനമാകയാൽ മുൻപോലെ ക്രമമുക്തിക്ക് തന്നെ കാരണമാകും. ആകയാൽ സദ്യോമുക്തിക്കായിട്ട് അഖണ്ഡ ദഹരോപാസനയെ തന്നെ ചെയ്യണം.
ദഹരോപാസന, അതായത് ഹൃദയത്തിൽ ധ്യാനിക്കുക, ഹൃദയത്തിൽ ആത്മാവിനെ ധ്യാനിക്കുന്ന ഒരു വിദ്യ. ഈ ദഹരവിദ്യ തന്നെയാണ് രമണ മഹർഷി ഉള്ളത് 40 എന്ന കാവ്യത്തിൽ വിവരിക്കുന്നത്. രമണ മഹർഷി ഉള്ളത് 40 എന്ന് പറഞ്ഞിട്ട് ഒരു മഹാകാവ്യം എഴുതിയിട്ടുണ്ട്. 40 കവിതകളേ ഉള്ളൂ, പക്ഷെ അതൊരു മഹാകാവ്യമാണ്. അതിൽ ഈ ദഹരവിദ്യയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തേത് വൈശ്വാനര വിദ്യ. നിർഗുണ ബ്രഹ്മത്തിന്റെ അംശനായ പ്രത്യേകാത്മാവിനെ ദർശിച്ച് അവനെ പൂർണ്ണനായിട്ട് ഭാവിക്കണം. ഈ വിദ്യയിലും ആധാരത്തെ അപവാദം ചെയ്യാതെ മുമുക്ഷുവായവൻ ഉപാസിച്ചാൽ പൂർണ്ണത്വത്തെ ചിന്തിക്കാത്തതിനാൽ ക്രമമുക്തി തന്നെ സിദ്ധിക്കും എന്നുറപ്പാണ്. ഇവിടെ ഹൃദയമേ ആധാരം, ഇതും ഹൃദയത്തിനെയാണ് ആധാരമാക്കുന്നത്. പിന്നെ പഞ്ചാഗ്നി വിദ്യ. ആകാശം, മേഘം, ഭൂമി, പുരുഷൻ, സ്ത്രീ എന്ന 5 അഗ്നികളെയും ക്രമമായിട്ട് ധ്യാനിച്ച് പിന്നെ ബ്രഹ്മമായി ധ്യാനിക്കുന്നവൻ മുക്തിയെ പ്രാപിക്കും. ബ്രഹ്മധ്യാനത്തെ ചെയ്തവൻ വൈരാഗ്യം എന്ന ഫലത്തെ പ്രാപിക്കും. ഇതിൽ നിർഗുണ ബ്രഹ്മത്തെ പറയാത്തതിനാൽ ആ ധ്യാനത്തിന്റെ ഹേതുവറ്റതായാലും അതിന് സാധനമായ വൈരാഗ്യത്തെ പറഞ്ഞതിനാൽ ലക്ഷണയാൽ നിർഗുണ ധ്യാനത്തിന്റെ അവകാശമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തത് ഷോഡശ കലാവിദ്യ. നോക്കൂ, പ്രശ്നോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തിലുണ്ട്. അതിലാണ് ഈ ഷോഡശ കലാവിദ്യയെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നത്. പ്രശ്നോപനിഷത്തിൽ പറഞ്ഞ ഷോഡശ കലാവിദ്യയിൽ പരമാത്മാവ് നേരിട്ട് ദൃശ്യ വിവേകൾക്ക് പ്രസന്നമാകും. ആ വിദ്യയാൽ പ്രാണാദികളായ 16 കലകളും കൽപ്പിതങ്ങൾ. ആ അധിഷ്ഠാനം പ്രാണനറ്റതും അവിനാശിയുമായ പ്രത്യേകാത്മാവിനെ പ്രാപിച്ച് വിദ്വാൻമാരെ ത്യജിക്കും. ആ ആത്മാവിനെ പൂർണ്ണവും അദ്വൈതവുമായ ബ്രഹ്മമായിട്ട് ഭവിക്കുന്നതായാൽ അപ്പോൾ വിദ്വാന് ഇവിടെ തന്നെ സദ്യോമുക്തിയാകും. ഇനിയും ഇതാണ് പ്രധാനപ്പെട്ട 5 ആത്മവിദ്യകള്. ഇനിയും കുറെ 16 ഞാൻ അതിന്റെ പേരുകൾ മാത്രമേ പറയുന്നുള്ളൂ, അത് വിശദീകരിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് അരുൾമൊഴികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥമുണ്ട്, സാധു ഗോപാലസ്വാമികളുടെ. അതില് ഈ വിദ്യകളെ കുറിച്ചെല്ലാം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇതാ നോക്കൂ, ഉൽഗീത വിദ്യ, ശാണ്ഡില്യ വിദ്യ, ആയുർവിദ്യ, അതിനെ പുരുഷവിദ്യ എന്നും പറയും. പിന്നെ പര്യങ്ക വിദ്യ, അക്ഷര വിദ്യ, സംവർഗ വിദ്യ, മധുവിദ്യ. മധുവിദ്യ വളരെ ഫേമസ് ആണ്. അതായത് പൃഥ്വിയെ മധുവായി കണ്ട് ലോകത്തെ മുഴുവൻ മധുവായിട്ട് ഉപാസിക്കുന്ന ഒരു ഉപാസന രീതിയാണത്. ബ്രഹ്മത്തിന്റെ അടയാളം ഇതിൽ അവർ അനുഭവിക്കുകയാണ്. പിന്നെ പ്രാണവിദ്യ, ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. സമസ്ത വസ്തുക്കളിലും പ്രാണൻ തന്നെ വലുതെന്ന് ചൊല്ലപ്പെടുന്നു. അതുകൊണ്ട് പ്രാണനെ ശ്രദ്ധിക്കുന്ന ഒരു വിദ്യയാണ് പ്രാണവിദ്യ. അത് വളരെ കോമൺ ആണത്. പിന്നെ ഉപകോസാല വിദ്യ, സദ്വിദ്യ, ഭൂമാവിദ്യ, ഇങ്ങനെ 16 തരത്തിലുള്ള വിദ്യകളെ കുറിച്ചിട്ട് ഭാരതീയ തത്വചിന്ത വളരെ വിശദമായിട്ട് ഉപനിഷത്തുകളിലും മറ്റുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ ആചാര്യന്മാരും ഈ 16 വിദ്യകളിൽ ഒന്നിനെയാണ് തന്റെ സാധകന്മാർക്ക് നൽകുന്നത്. എല്ലാ വിദ്യകളും ഈ 16 വിദ്യകളിൽ ഒതുങ്ങുന്നു. അവരവർക്ക് സ്വീകാര്യമായത്. കാരണം ജനം പല വിധമാണ്, സാധകന്മാർ പലതരത്തിലാണ്. പലതരത്തിലുള്ള സാധകർക്ക് പലതരത്തിലുള്ള ഉപാസനകളാണ് ഫലം ചെയ്യുന്നത്. ആ ഉപാസകർക്ക് അവർക്ക് അർഹിക്കുന്ന വിദ്യകൾ അവരുടെ ഗുരു പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അനേകം ആത്മവിദ്യകൾ കൊണ്ട് നിറഞ്ഞതാണ് ശൈവ ദർശനം എന്ന് മനസ്സിലാക്കുക. ഈ തിരുമന്ദിരത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് വിദ്യകളെ കുറിച്ച് നമുക്ക് വീണ്ടും തിരുമൂലദേവൻ പറഞ്ഞു തരുന്നുണ്ട്. ഇനി 4 വരി കൂടെ നോക്കാം. ആത്മാവിനോട് ചേരാൻ പ്രാണനെ വിട്ടിടാതെ
തത്വങ്ങൾ 36 തൻ മാർഗത്തിങ്കൽ നിർത്തും. തത്വങ്ങളാമി തടസ്സത്തിനെ മാറ്റും ജ്ഞാനം ചേർക്കും. പിൻ പ്രാണൻ എന്ന ആത്മാവിന്റെ സമഷ്ടിയിൽ. അപ്പോൾ ഇവിടെ പ്രാണ സങ്കല്പത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആത്മാവിനോട് ചേരാൻ പ്രാണനെ വിട്ടിടാതെ, ആത്മാവിനെ ചേരാൻ പ്രാണനെ വിട്ടിടാതെ തത്വങ്ങൾ 36 തൻ മാർഗത്തിങ്കൽ നിർത്തും. തത്വങ്ങൾ 36 അതതിന്റെ ഉത്ഭവസ്ഥാനത്ത് തന്നെ നിർത്തുന്ന വിദ്യ. അതാണ് പ്രാണവിദ്യ. നമ്മൾ ഇതിൽ കണ്ടതാണ് പ്രാണവിദ്യ. ആ പ്രാണവിദ്യയാണ് ഇവിടെ പറയുന്നത്. ആത്മാവിനോട് ചേരാൻ പ്രാണനെ വിടുന്നില്ല. അങ്ങനെ ആത്മാവിനോട് ചേരാൻ പ്രാണനെ വിട്ടിടാതെ തത്വങ്ങൾ 36 തൻ മാർഗത്തിങ്കൽ നിർത്തും. അത് അതിൻ്റെ 36 തത്വങ്ങൾ, ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയങ്ങളെല്ലാം അതിൻ്റെ അതാത് സ്ഥാനത്ത്, അതിൻ്റെ ഉത്ഭവസ്ഥാനമായ ആത്മാവിൽ തന്നെ നിർത്തും. തത്വങ്ങളാമി തടസ്സത്തിനെ മാറ്റും. ഈ 36 തത്വങ്ങളെയും മാറ്റും. എന്നിട്ട് ജ്ഞാനം ചേർക്കും. അങ്ങനെ ജ്ഞാനത്തെ ഉണ്ടാക്കും. അപ്പോൾ ഈ 36 തത്വങ്ങളെയും അതിൻ്റെ ഉത്ഭവസ്ഥാനമായ ആത്മാവിൽ ചേർത്ത് നിർത്തുന്ന ഒരു വിദ്യയാണ് തിരുമൂലദേവൻ ഈ പ്രാണവിദ്യയിലൂടെ ഇവിടെ പറയുന്നത്. അതൊക്കെ ഗുരുമുഖത്തു നിന്ന് തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.